തുർക്കി ഖിലാഫത്തിന്റെ അഭിമാന സ്തംഭമായിരുന്നു ഹിജാസ് റെയിൽവേ. ഇസ്താംബൂളിനെ മക്ക, മദീന എന്നീ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ റെയിൽവേ പദ്ധതി ആരംഭിച്ചത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തകർക്കപ്പെട്ട ഈ റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ ഇന്നും സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. ചരിത്രകുതകികളെ മാടി വിളിക്കുന്ന മദീനയിലെ ഹിജാസ് റെയിൽവേ മ്യൂസിയത്തിലേക്ക് പോകാം നമുക്കിനി. മക്ക, മദീന നഗരങ്ങളെ തുർക്കിയിലെ ഇസ്താംബൂളുമായി ബന്ധിപ്പിക്കുന്ന പുരാതന റെയിൽപാതയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഹിജാസ് റെയിൽവേ. 1908 ഈ പാതയിലൂടെ തീവണ്ടി ഓടിത്തുടങ്ങിയത്. തുർക്കി ഖലീഫയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ഈ റെയിൽപാത ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അറേബ്യയിലെ ചരിത്രശേഷിപ്പ് കൂടിയാണ്. 2241 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച ചരിത്ര പ്രാധാന്യമുള്ള ഈ റെയിൽവേ പാത സിറിയ, ജോർദാൻ വഴിയാണ് സൗദി അറേബ്യയിലെത്തുന്നത്. ദമസ്കസിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽവേ ജോർദാന്റെ വടക്കൻ അതിർത്തിയിലൂടെ സൗദി അറേബ്യയിൽ പ്രവേശിക്കുന്ന റെയിൽവേ തബൂക്ക്, മദായിൻ, സ്വാലിഹ് എന്നിവിടങ്ങളിലൂടെയാണ് മദീനയിലെത്തുന്നത്. സിറിയയിലെ ദമസ്കസിൽ നിന്നും മദീനയിലേക്കുള്ള തീർത്ഥാടനത്തിനു വേണ്ടിയാണ് ഈ പാത പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ലാണ് റെയിൽവേയുടെ പ്രാരംഭ ചർച്ചകൾ നടക്കുന്നത്. ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കാലത്ത് 1900 നിർമ്മാണം ആരംഭിച്ച് 8 വർഷം കൊണ്ടാണ് റെയിൽവേയുടെ പണി പൂർത്തിയാക്കിയത്. 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ വഖഫ് സ്വത്തുകൂടിയായിരുന്നു ഈ റെയിൽപാത. ഇന്ത്യയിലെ പണം, ബെൽജിയത്തിന്റെ ഉരുക്ക്, ജർമ്മനിയുടെ സാങ്കേതിക സഹായം, തുർക്കിയുടെ സൈനിക സേവനം എന്നിവ കൂടിച്ചേർന്നതായിരുന്നു ഹിജാസ് റെയിൽവേ. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ 3,20,000 ലീറയും ഇറാനിലെ ഷാ 50,000-വും ഈജിപ്തിലെ അബ്ബാസ് ഫിൽമി രണ്ടാമൻ വൻതോതിൽ നിർമ്മാണ സാമഗ്രികളും അയച്ചു. ഉസ്മാനിയ രാഷ്ട്രത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും അവരുടെ വേതനത്തിന്റെ 10% ഹിജാസ് പ്രൊജക്ടിന് നൽകാനും ഉത്തരവിറക്കി. ഹജ്ജിലെ ബലിമൃഗങ്ങളുടെ തോൽവിറ്റ് ലഭിക്കുന്ന പണവും പദ്ധതിയിലേക്ക് നീക്കിവെച്ചു. അതോടെ ഹിജാസ് റെയിൽവേ നിർമ്മാണമെന്ന ദൌത്യം ലോക മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. റെയിൽവേയുടെ നിർമ്മാണത്തിന് ഇന്ത്യയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. ഉസ്മാനിയ ഖലീഫ റെയിൽവേക്ക് വേണ്ട പണത്തിന് ഐച്ഛിക ദാനം ആവശ്യപ്പെട്ടപ്പോൾ പ്രധാനമായും പണമൊഴുക്കിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു. അക്കാലത്തെ സുൽത്താൻമാരും വ്യാപാരികളും നല്ല രീതിയിൽ തന്നെ ഇതിനുള്ള സഹായവും നൽകി. ആഗസ്റ്റ് 28 ഈ പാളത്തിലൂടെയുള്ള ആദ്യ തീവണ്ടി മദീനയിലെത്തി. നിരവധി തീർത്ഥാടകരാണ് റെയിൽവേയിലൂടെ മദീന വഴി മക്കയിലെത്തിയത്. 40 ദിവസത്തോളമാണ് ഈ യാത്രയിലൂടെ തീർത്ഥാടകർക്ക് ലാഭിക്കാനായത്. അതോടൊപ്പം മണൽക്കാട്ടിലൂടെയുള്ള ദുർഘടമായ യാത്രകളും അവസാനിച്ചു. 8 വർഷത്തോളം യാതൊരു തടസ്സവുമില്ലാതെ ഈ പാളത്തിലൂടെ തീവണ്ടി ചൂളം വിളിച്ചു. റെയിൽവേ ലൈന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് നീട്ടുവാനുള്ള ശ്രമങ്ങളും ലോക മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 1-ാം ലോക മഹായുദ്ധകാലത്താണ് ഹിജാസ് റെയിൽവേ തകർക്കപ്പെട്ടത്. ടി ലോറൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ തകർന്ന റെയിൽവേ 2020 പൂർണ്ണമായി അടച്ചുപൂട്ടി. റെയിൽപാളങ്ങളുടെ തകർച്ചയോടൊപ്പം വലിയൊരു ചരിത്രത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു അത്. മദീനയിലെ പൌരാണിക റെയിൽവേ സ്റ്റേഷൻ ചരിത്ര സൂക്ഷിപ്പുകളുടെ ഭാഗമായി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അൽ ഉലയയിലെ മദായിൻ സാലിഹിലും തബൂക്കിലും റെയിൽവേ അവശേഷിപ്പുകൾ ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നുണ്ട്. മദായിന്റെ തലസ്ഥാനത്തുള്ള അൽ ഹിജ്റ റെയിൽവേ സ്റ്റേഷനും 1908 നിർമ്മിക്കപ്പെട്ട ട്രെയിൽ എഞ്ചിനും മറ്റ് റെയിൽവേ അവശിഷ്ടങ്ങളും മദായിൻ സാലിഹിൽ സന്ദർശകർക്ക് കാണാൻ കഴിയും. ഹിജാസ് റെയിൽവേയുടെ ചരിത്രവും പ്രൌഢിയും വിളിച്ചോതുന്നതാണ് മദീനയിലെ ഹിജാസ് റെയിൽവേ മ്യൂസിയം. മദീന മ്യൂസിയത്തിനോട് ചേർന്നു തന്നെയാണ് റെയിൽവേ മ്യൂസിയവും. സമ്പുഷ്ടമായ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ കാണാനും മനസ്സിലാക്കാനുമായി നിരവധി പേരാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത്. बच्चे आकर यहाँ बहुत खुश हुए. हम यहाँ ट्रेन देख रहे हैं, म्यूजियम देखा हमने, ट्रेन देखी और पुराने जमाने का 100 साल पहले का हमने ये ट्रेन का देखा, इसका नमूना देखा, इसका इंजन देखा और बच्चे खुश हुए. पुराने जमाने की याद ताज़ा हो गई. पाकिस्तान से मैं आया हुआ.
ഹിജാസ് റെയിൽവേക്കായി ഉപയോഗിച്ചിരുന്ന പുരാതന ബോഗികളും റെയിൽപാളങ്ങളും മ്യൂസിയത്തിന് പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിച്ചാൽ തീവണ്ടി എഞ്ചിനും കാണാൻ സാധിക്കും. കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന എഞ്ചിന്റെ പ്രവർത്തന രീതി സന്ദർശകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ അക്കാലത്തെ വിലപിടിപ്പുള്ള പുരാതന പാത്രങ്ങൾ, ഗഹ്വ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ, പുരാതന നാണയങ്ങൾ, ആയുധങ്ങൾ, 1880-ലെടുത്ത മദീനയുടെ ഫോട്ടോഗ്രാഫികൾ മുതലായവയും മ്യൂസിയത്തിലുണ്ട്. മദീനയിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്നവർ പോലും ഈ ചരിത്രമറിയാൻ ഇവിടെ എത്താറില്ല എന്നതാണ് വസ്തുത. സന്ദർശനത്തിനായി എത്തുന്നവർക്ക് മികച്ച കാഴ്ചാനുഭവവും ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടവുമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. هذه أول زيارة لي في هذا المتحف. زرت المدينة قبل أيام، لكن هذه الزيارة الأولى لي في المتحف. الحمد لله عمل جيد ومتفاني. أتمنى له الازدهار إن شاء الله في الأيام القادمة، ويكون له العديد من الزوار خاصة من أهل المدن الأخرى. هذه المرة الأولى التي أزور فيها هذا المتحف، يعني أفادني كمعلومات جيدة جدا في هذه القطار وعمله ورؤيته بشكل حقيقي مثل هذا. 8 വർഷമെടുത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പൂർത്തിയാക്കിയ റെയിൽവേയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. അതിനാൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് ഈ റെയിൽവേ പുനർനിർമ്മിക്കാൻ തുർക്കി പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 1954-ലും 65-ലും റെയിൽവേ പുനർനിർമ്മാണത്തെക്കുറിച്ച് ആലോചന നടന്നിരുന്നുവെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുർക്കി നേതൃത്വം നൽകുന്ന റെയിൽവേ പദ്ധതിയിൽ ജോർദാൻ, സിറിയ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പങ്ക് നിർവഹിക്കും. ഇത് പുനർനിർമ്മിക്കുന്നതോടെ 20 ലക്ഷത്തിലധികം ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 24 മണിക്കൂറിനകം തീർത്ഥാടകർക്ക് കരമാർഗം ഇസ്താംബുളിൽ നിന്ന് മദീനയിൽ എത്തിച്ചേരാനാവും.